കുട്ടി കുട്ടി ആഹാരം കഴിക്കുന്നതിന്, അല്ലെങ്കിൽ കഴിച്ച പാത്രം കൊണ്ടുവന്ന് കിച്ചണിൽ വെക്കുന്നതിന്, എണീറ്റിട്ട് ബെഡ് വിരിച്ചിടുന്നതിന്, ടോയ്ലറ്റിൽ പോകുന്നതിന്, സ്വന്തമായിട്ട് ബ്രഷ് ചെയ്യുന്നതിന്, ഡ്രസ്സ് ഇടുന്നതിന്, ഇതിനെല്ലാം വെരി ഗുഡ്, വെൽ ഡൺ എന്ന് പറയുന്നതാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. കുട്ടികൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പോസിറ്റീവായിട്ട് റീഇൻഫോഴ്സ് ചെയ്യുക. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് കുട്ടികളിൽ നല്ല ശീലം വളർത്താൻ ഏറ്റവും സഹായിക്കുന്നത്. പക്ഷേ ഇതിനെ പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റിക്കർ കൊടുക്കുക, സ്മൈലി കൊടുക്കുക, ട്രോഫി കൊടുക്കുക, അവരെ കുറിച്ചിട്ട് വാനോളം പുകഴ്ത്തുക എന്ന് പറഞ്ഞിട്ട് റോങ് ആയിട്ട് ചെയ്യുന്നത് കാണാറുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ പോസിറ്റീവായിട്ടുള്ള അപ്രീസിയേഷൻ മെറ്റീരിയലിസ്റ്റിക് ആക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു റോങ് മെസ്സേജാണ് കിട്ടുന്നത്. അതായത് ഞാൻ എന്ത് ചെയ്താലും എനിക്കിതുപോലെ എന്തെങ്കിലും സമ്മാനം കിട്ടിയാൽ മാത്രമേ ഞാനത് തുടർന്നും ചെയ്യേണ്ടതുള്ളൂ, ഇല്ല എങ്കിൽ എനിക്കത് സ്കിപ്പ് ചെയ്യാം. കുട്ടിക്ക് സ്റ്റിക്കർ കൊടുക്കാനും ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം ഓർത്ത് വെച്ചിട്ട് അവർക്ക് വലിയ വലിയ സമ്മാനങ്ങൾ ഓഫർ ചെയ്യാനും ഔട്ടിങ്ങിന് കൊണ്ടുപോകാനും ഷോപ്പിങ്ങിന് വിടാനും ഒക്കെ മെനക്കെടുകയാണെങ്കിൽ ഒരു സമയം കഴിയുമ്പോൾ ഇത് നിങ്ങൾക്ക് തന്നെ ഒരു വലിയ കെണിയാവാൻ സാധ്യതയുണ്ട്. അതായത് ചെറിയ ചെറിയ മെറ്റീരിയലിസ്റ്റിക് സാധനം കൊണ്ട് സന്തോഷം എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരുന്ന കുട്ടി പിന്നെ പിന്നെ എന്ത് കണ്ടാലും തൃപ്തിപ്പെടാതെ കൂടുതൽ ഡിമാൻഡിങ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതലും തെറ്റും ചെയ്യുന്നത് സ്കൂൾസാണ്. കുട്ടി ചെയ്യുന്ന ചെറിയ അറ്റംപ്റ്റിന് പോലും സ്റ്റിക്കേഴ്സ് കൊടുത്തും ട്രോഫി കൊടുത്തും അവരെ കൂടുതലും പ്രഷറിലോട്ട് വിടുന്നത് സ്കൂൾസ് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. കുട്ടികളുടെ നല്ല ശീലം വളർത്താൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സും പാരൻസും കുട്ടികളെ നന്നായിട്ട് ഹഗ് ചെയ്ത് വെൽ ഡൺ, കീപ് ഗോയിങ് എന്ന് പറഞ്ഞാൽ മാത്രം മതി, അവർ നല്ല മക്കളായി വളരും.